അവന്മാർക്ക് ചേഞ്ച് വേണോത്രേ. Hey guys, welcome back to my YouTube channel. പിന്നെ എന്നാണ്ട് വിശേഷമൊക്കെ? ഞങ്ങളൊക്കെ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു, നിങ്ങളും സുഖമായി തന്നെ ഇരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. പിന്നെ ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോസ്കോയിൽ പോവാം. കോസ്കോയിൽ പോയിട്ട് സാധനമൊക്കെ മേടിക്കണ്ട. എന്നാന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പെൻസിൽവാനിയ പോയേക്കുമായിരുന്നു. അപ്പോൾ പെൻസിൽവാനിയ പോയിട്ട് ഓൾമോസ്റ്റ് എല്ലാ സാധനവും തീർന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ വേറെ ഒന്നും മേടിക്കാൻ നിന്നില്ല. പിന്നെ വന്നു, അപ്പോൾ ഇനി സാധനം മേടിക്കണം. അപ്പോൾ കോസ്കോയിൽ പോവുകയാണ് നമ്മളിപ്പോൾ ഒരുമിച്ച് പോവാം. അപ്പോൾ ഞാൻ ഫുള്ളും വീഡിയോ ഒന്നും ഇടുന്നില്ല, കുറച്ച് വീഡിയോ ഒക്കെ ഇടുന്നുള്ളൂ. കൂടുതലിട്ട് ഞാൻ നിങ്ങളെ വെറുപ്പിക്കുന്നില്ല, അറിയാലോ. എന്നിട്ട് പോകുന്നു, വരുന്നു, വന്നിട്ട് വേണം എനിക്ക് എല്ലിങ്കപ്പ ഉണ്ടാക്കാം. ചേട്ടാ കുറേ കാലം പറയുന്നത് എല്ലിങ്കപ്പ വേണമെന്ന്. അപ്പോൾ എല്ലിങ്കപ്പ ഉണ്ടാക്കുന്നു, പുല്ല് വെട്ടാനുണ്ട്, പുല്ല് വെട്ടണം, ഇതൊക്കെ തന്നെ പരിപാടി. അപ്പം ബാ നമുക്ക് കോസ്കോയിലോട്ടങ്ങ് പോയേക്കാം. ബാ, മീറ്റ് സെക്ഷനാണ് ഇവിടെ. വെറൈറ്റീസ് ഓഫ് മീറ്റ്സ്, ലാമ്പ്, പോർക്ക്, ബീഫ്, ഇതൊക്കെയാണ്. അപ്പം നമ്മളെടുക്കുന്നത് കേട്ടോ ഗ്രാസ് ബെഡ് ഫീഡിൻ്റെ ഒക്കെ അങ്ങനത്തെ എടുക്കത്തുള്ളൂ. മറ്റേ വലിയ ടേസ്റ്റ് കാണത്തില്ല കേട്ടോ. ഇരിക്കട്ടോ, ഇത് തണുത്ത് മരിച്ചിരിക്കുക. ഇത് നമ്മുടെ ഞാനിത് ഈ ബ്രൗൺ എഗ്ഗാണ് എടുക്കണേ. ചേട്ടായി വേറെയാണ്, ഞാൻ ഈ മുട്ട എടുക്കണം. ഇത് ഓർഗാനിക്, ഇത് ഞാൻ പാസ്ചറൈസ്ഡ് ആണ്. ഇതാ ഞാൻ മേടിക്കാറ്, പക്ഷേ ചേട്ടായി വേറെ എടുക്കണം. അപ്പോൾ ഒരെണ്ണം എടുത്തേക്കാം. അപ്പോൾ ഞാനങ്ങനെ നടക്കുമോ എന്തെങ്കിലും പറഞ്ഞിപ്പോൾ ഒരു രസമല്ലേ. പുള്ളിയെ നോക്കിയിട്ട് നമ്മുടെ ചെക്കനെ കാണുന്നില്ല, എവിടെയാണോ ദൈവം കർത്താവിന് പോയി. പീതാംബര സാറേ കിട്ടിപ്പോയി, താടെ പോണു. ഞാൻ വണ്ടി ഉന്തിക്കൊണ്ട് നടക്കുന്നു, പുള്ളി കൈ വീശി നടക്കുന്നു. നമ്മളെപ്പോഴും എടുക്കാൻ പറ്റുന്ന മോനുണ്ടേ, അത് നല്ല അതന്നെ എടുത്തോ, 2 മണിയേ ഇപ്പോൾ എടുക്കുക. നമ്മൾ ചെക്കൗട്ടാണ്. അപ്പോൾ അവരോടങ്ങ് ചെക്ക് ചെയ്യും, എന്നിട്ട് പിന്നെ നമ്മൾ അവരൊരു ശരി വെച്ചിടും. പിന്നെ നമ്മളിങ്ങനെ ഉന്തിക്കൊണ്ട് പോവുക, ഇത്ര ഉള്ളിൽ. ഇനി ഇത് ഉന്തിക്കൊണ്ട് വണ്ടിയിലോട്ടങ്ങ് പോയാൽ ഞാൻ ഫുള്ളൊന്നും കാണിക്കാൻ പറ്റില്ല, ബിക്കോസ് എൻ്റെ മെമ്മറി ഫുള്ളായിപ്പോയതേ. ഓ, ഇനിയിപ്പം നടക്കുക, വണ്ടി കയറുക. ഇനിയിപ്പോൾ ഗ്യാസിൽ പോകണം. കോസ്റ്റ്കോ തന്നെ നമുക്ക് മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് സ്റ്റേഷനിൽ പോകാമേ. ഇത് നമുക്ക് ഗ്യാസ് എടുക്കാൻ പറ്റും. ഇനിയിപ്പം നമുക്ക് വണ്ടിയിലോട്ട് വരാം. അതാ ഗ്യാസ് സ്റ്റേഷൻ, നിങ്ങൾ കാണുന്നുണ്ടോ വ്യൂ, തിരൂരിൽ ഗ്യാസ് സ്റ്റേഷൻ. ഗ്യാസ്, അപ്പോൾ അവിടെ പോകണം, എണ്ണ അടിക്കണം, ബീച്ചിലോട്ട് പോകണം. നമ്മൾ ഗ്യാസ് അടിക്കാൻ പോവാണ്. പേടിച്ചു പോയി പാട്ട് വെച്ചിട്ട് ഞാൻ. അപ്പോൾ നമ്മൾ ഗ്യാസ് അടിക്കാൻ വേണ്ടി പോവാണ്. സ്റ്റോപ്പുണ്ട്, സ്റ്റോപ്പിൽ നമ്മൾ ലെഫ്റ്റിന്. ഭാഗ്യത്തിന് കുറച്ച് തിരക്കേ ഉള്ളൂ, അവിടെ കുറച്ച് വണ്ടികളുള്ളൂ. അത് നമുക്ക് വേഗം അടിച്ചിരായിരിക്കും. ഇത് എണ്ണയെന്ന് ഇത് വാർത്താവേ. അതൊക്കെ അടിച്ചു കഴിയുമ്പോൾ ഒരു 10-15 മിനിറ്റ് എടുക്കുമായിരിക്കും മിക്കവാറും. ഇതൊക്കെ തീരെ ഇങ്ങോട്ട് നോക്കിയാൽ പോകാനുള്ള വണ്ടിയുടെ തിരക്ക്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇവിടെ നമുക്ക് ഗ്യാസ് അടിക്കണമെങ്കിൽ നമുക്ക് ഇത് വേണം, മെമ്പർഷിപ്പ്, കോസ്റ്റ്കോ മെമ്പർഷിപ്പ് വേണം. ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് ഗ്യാസ് അടിക്കാൻ പറ്റൂ. ഇതുണ്ടോ ഗ്യാസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ പോയി ഗ്യാസ് അടിക്കട്ടെ. വൈറ്റിലും ഗ്യാസ്, കോസ്കോയിലും ഗ്യാസ്. കണ്ടോ ചേട്ടായി എന്നെ തള്ളച്ചീത് വിളിക്കൂ. മുതുക്ക് തള്ളാത് പന്നക്കളവൻ. 30 വയസ്സ് കഴിഞ്ഞോളൊക്കെ തള്ളച്ചികളാണ് എന്ന് പറഞ്ഞ പോലെയാണ് എന്നെ കളിയാക്കുന്നത്. ആ സിനിമ എന്ത് കണ്ട അന്ന് തൊട്ടോടെ എന്റെ തള്ളച്ചീന്ന് വിളിക്കുന്നത്. ബിക്കോസ് ഞാൻ 30 കഴിഞ്ഞല്ലോ. അങ്ങനെ കർത്താവിനറിയാം. അപ്പൊ നമ്മൾ ഓൺ ദ വേ ആണ്. ഇത് ഹൈവേ ആണ്, 78 നോർത്ത് സ്റ്റേറ്റ് ഹൈവേ 78. നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതാ പോലീസാണ്, അല്ല പോലീസല്ല. നമ്മൾ പോവാ കോസ്കോയിന്ന് നേരെ വീട്ടിലേക്ക്. ഇതാ ഇവിടെ ട്രാഫിക്കേ ഇല്ല നമുക്ക് പോകാൻ. അത് തന്നെ വേഗത്തുമായിരിക്കും അല്ലേ. ഒട്ടും ട്രാഫിക്കില്ല ഗൈസ്, ഒട്ടും ട്രാഫിക്കില്ല. അപ്പൊ നമ്മൾ മന്ദം പൊക്കോണ്ടിരിക്കുകയാണ്. എത്താറായി ഗൈസ്. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ഗ്യാസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മളവിടെ പെട്രോൾ പമ്പ് എന്ന് പറയും, ഇവിടെ ഇവർ ഗ്യാസ് സ്റ്റേഷൻ എന്നും പറയും. അപ്പം ഇതാണ് മന്ദം പൊക്കുകയാണ്. ജോസിതാ മന്ദം വണ്ടി ഓടിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ
നമ്മൾ തിരിയും. അടുത്ത സിഗ്നൽ നമ്മൾ വീട്ടിലേക്ക് തിരിയുകയാണ്. ഇതാണോ ഗൈസ് പറക്കും തളിക? ഇതാണോ ഗൈസ് പറക്കും തളിക? പറക്കും തളിക, ഇത് മനുഷ്യനെ കറക്കും തളിക. നമ്മൾ വീട്ടിലേക്ക് തിരിയുകയാണ്. നമ്മൾ തിരിഞ്ഞു. ഇതാണ് ഞങ്ങളുടെ വീട്, കമ്മ്യൂണിറ്റി. നമ്മൾ മന്ദം പോവുകയാണ്. ഇത് 2 വീടുകളും പണിയുന്നതാണ്. ഇതാണ് പുതിയ കൺസ്ട്രക്ഷൻ, അണ്ടർ കൺസ്ട്രക്ഷൻ. നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു, ലെഫ്റ്റ് എടുക്കുന്നു, റൈറ്റ് എടുക്കുന്നു, വീടെത്തുന്നു. വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരിഞ്ഞു. ഇതാ മന്ദം എത്തി ഗൈസ്. നമ്മൾ നമ്മുടെ വീടെത്തി. ഗരാജ് തുറക്കുകയാണ്. ഗരാജിലോട്ട് നോക്കണ്ട, തിരിയോ. അതോടുകൂടി ഇന്നത്തെ എന്റെ വ്ലോഗ് അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. ഇതോടുകൂടി ശുഭദിനം.